നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെടുന്നത് നമ്മളുടെ പല ശീലങ്ങളിൽ നിന്നുമാണെന്ന കാര്യം നമുക്കറിയാം. ഇത്തരത്തിൽ നമ്മളെപ്പറ്റി ഏറ്റവും അധികം റിവീൽ ചെയ്യുന്ന 5 ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യസമയത്ത് കാര്യങ്ങളെ ചെയ്തു തീർക്കാൻ കഴിയുന്ന ആളുകളെയാണ്. അവർ ഒരിക്കലും ഒരു മിനിറ്റ് പോലും കാര്യങ്ങൾ വൈകിക്കാതെ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇതിനൊക്കെ നേർവിപരീതമായി ഒട്ടും തന്നെ പങ്ക്ച്വൽ അല്ലാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഒരു കാര്യവും കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യത്തില്ല, ഒരു സ്ഥലത്ത് പോലും കൃത്യസമയത്ത് എത്തത്തില്ല, എപ്പോഴും ലേറ്റ് ആയിട്ട് മാത്രം സ്ഥലങ്ങളിൽ എത്തുക, കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി സ്കെഡ്യൂൾ ചെയ്യാതെ, വിളിക്കപ്പെടുന്ന കോളുകൾ പോലും കൃത്യമായി ആൻസർ ചെയ്യുകയോ തിരിച്ചു വിളിക്കുകയോ പോലും ചെയ്യാത്ത ഒരുപാട് പങ്ക്ച്വൽ അല്ലാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഈ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി ഒരുപാടധികം റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പങ്ക്ച്വൽ ആയിട്ടുള്ള ആളുകൾ ടൈപ്പ് എ പേഴ്സണാലിറ്റിയാണ്. അവർ വളരെ കോമ്പറ്റീറ്റീവും പ്രൊഡക്റ്റീവുമായിരിക്കും. ഇത്തരത്തിൽ എപ്പോഴും എക്യുപ്ഡായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ്ഡ് ഔട്ടും അതുപോലെ വർക്കഹോളിക്കും അല്ലെ ഒരു ബിസി ബോഡിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും പങ്ക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ലൈഫിലായാലും പ്രൊഫഷനിലായാലും വളരെ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ടൈപ്പ് എ പേഴ്സണാലിറ്റി. എന്നാൽ ഈ കാരണം കൊണ്ട് തന്നെ അവർ വളരെയധികം ടെൻസ്ഡും അതുപോലെ ഇംപേഷ്യൻറ്റും ആയിരിക്കാം. ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ളവർ വളരെ ടൈറ്റും റിജിഡുമായിട്ടുള്ള സ്കെഡ്യൂൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരും അതുപോലെ ചെയ്യണമെന്ന എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്തുന്നവരായിരിക്കും അവർ. എന്നാൽ നമ്മൾ പങ്ക്ച്വൽ അല്ലാത്ത ഒരാളെ എടുക്കുന്ന സമയത്ത് അവർ ടൈപ്പ് ബി പേഴ്സണാലിറ്റി ആയിരിക്കും. ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ വളരെ ക്രിയേറ്റീവും അതുപോലെ ഫ്ലെക്സിബിളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈഫിനോട് അവർക്ക് വളരെ കാഷ്വലും ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു അപ്രോച്ചുമായിരിക്കും കൂടുതലായിട്ടും അവർ വെച്ച് പുലർത്തുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റിക്കാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ റിലാക്സ്ഡും പേഷ്യൻറ്റുമായിട്ടും ഇരിക്കുന്നവരായിരിക്കും ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഉള്ളവർ. എന്നാൽ ഈ കാരണം കൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റിവിറ്റിയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പ്രൊക്രാസ്റ്റിനേഷനും അതുപോലെ ടാർഡിനെസ്സും ഒക്കെ കൂടുതലുള്ള ആളുകളായിരിക്കും ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഉള്ളവർ. അവർ പല കാര്യങ്ങളും കൃത്യമായ സമയത്ത് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഇൻഡൾജ് ആയിരിക്കുകയോ ചെയ്യുകയില്ല. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കിഡിലൻ ജോബ് പ്ലാറ്റ്ഫോം പരിചയപ്പെടാം. റീലെവൽ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹയറിംഗ് ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾ ഒരു സിമ്പിളായ ടെസ്റ്റിൽ പങ്കെടുക്കണം. ഒരിക്കൽ നിങ്ങൾ യോഗ്യത നേടിയാൽ ഇന്ത്യയിലെ മികച്ച പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ ജോലി നേടാനുള്ള അവസരമുണ്ട്. ഇതിൽ ബയോഡാറ്റയോ പ്രവൃത്തി പരിചയമോ കോളേജ് ബിരുദമോ ഒന്നും ആവശ്യമില്ല. ഈ ജോലികൾ ഇന്ത്യയിലെ മുൻനിര കമ്പനികളായ സ്വിഗ്ഗി, ഫോൺപേ, ക്രെഡ്, ഓല, പേടിഎം എന്നിവയിലും സമാനമായ 200 കമ്പനികളിലുമാണ് ഉള്ളത്. ഈ ടെസ്റ്റ് തികച്ചും സൗജന്യമാണ്. കൂടാതെ സെയിൽസ്, HR, വെബ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, അനലിറ്റിക്സ്, ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് എന്നീ പോസ്റ്റുകളിൽ ജോലി ലഭിക്കുന്നതിന് ആകെ 13 ടെസ്റ്റുകളാണ് ഉള്ളത്. മാത്രമല്ല പുതിയതായി ഡിജിറ്റൽ മാർക്കറ്റിംഗും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗും ബ്ലോക്ക് ചെയിനിനും പുതിയ ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതും കോൾ ഔട്ട് ചെയ്യാം. റീലെവൽ 16 കോടിയുടെ തൊഴിലവസരങ്ങളാണ് ഇന്നുവരെ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം ഓരോ ദിവസവും 15 ലക്ഷം മൂല്യമുള്ള ജോലികൾ വിതരണം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വിറ്റർ ഹാൻഡിലിൽ പോയി എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും വിശദാംശങ്ങളെല്ലാം പരിശോധിച്ചു നോക്കാം. പരീക്ഷയുടെ എല്ലാ റൗണ്ടുകളും ഓൺലൈൻ വഴിയാണ് നടക്കുക. പരീക്ഷയുടെ യോഗ്യതാ മാനദണ്ഡം മുമ്പത്തെ 700 മാർക്കിൽ നിന്നും 500 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റീലെവൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് യോഗ്യത നേടാനുള്ള സാധ്യതകളെ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നിങ്ങളുടെ സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പരീക്ഷാ തീയതി തിരഞ്ഞെടുക്കാം. ആ ഓൺ സൈറ്റ് അഭിമുഖങ്ങളും കർശനമായ ഷെഡ്യൂളുകളും എല്ലാ ഡോക്യുമെന്റേഷൻ തടസ്സങ്ങളും ഒഴിവാക്കി നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ജോലി ഉടൻ തന്നെ നേടും. ഇതുമാത്രമല്ല കാര്യം, നിങ്ങളുടെ വിജയം ആഘോഷിക്കുവാൻ വേണ്ടി യോഗ്യതയുള്ള എല്ലാ നേട്ടക്കാർക്കും എല്ലാ മാസവും ആവേശകരമായ ഗുഡി ബോക്സുകൾ ലഭിക്കും. കൂടാതെ മികച്ച 3 കാൻഡിഡേറ്റുകൾക്ക് ആപ്പിൾ പ്രോഡക്ട്സ് ലഭിക്കും. ഈ അവസരങ്ങളെല്ലാം നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളൊരു ജോലി ഫ്രഷായി തുടങ്ങാനാണെങ്കിലും ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾ ഇതിന് യോഗ്യൻ തന്നെയാണ്. ഇതിലെ ഒരൊറ്റ ടെസ്റ്റ് കൊണ്ട് നിങ്ങളുടെ കരിയർ നിർവചിക്കപ്പെടും. അത് തികച്ചും സൗജന്യമാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ ഇന്ന് തന്നെ റീലെവൽ പരിശോധിക്കുക. ഈ വീഡിയോ കണ്ട ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. വരൂ, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് വൾനറബിൾ ഗേറ്റ്. നമ്മളുടെ വാക്കിംഗ് സ്റ്റൈൽ നമ്മളെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് റിവീൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരാളുടെ വാക്കിംഗ് സ്റ്റൈലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വാക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ മൂഡുമായിട്ട് വളരെയധികം കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അയാളുടെ വാക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം ആക്റ്റീവും അതുപോലെ സ്വാഗിയും ഒക്കെ ആയിരിക്കും.
എന്നാൽ അതേസമയം ആ വ്യക്തി വളരെയധികം സാഡ് ആയിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് വളരെയധികം സ്ലോയും അതുപോലെ സ്ലഗിഷും ഒക്കെ ആയിരിക്കും. അതുപോലെ നമ്മുടെ പേഴ്സണൽ സെക്യൂരിറ്റിയെ സിഗ്നിഫൈ ചെയ്യാനും നമ്മുടെ വാക്കിംഗ് സ്റ്റൈലിൽ സാധ്യമാവും. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നേരെ നോക്കിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ കൂടുതൽ സെക്യൂർഡായി ഫീൽ ചെയ്യുന്നുണ്ട് എന്നതാണ് അർത്ഥം. അതേസമയം കൂടുതൽ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾ നേരെ നോക്കി നടക്കുന്നതിന് പകരം കൂടുതലും നിലത്ത് നോക്കി നടക്കാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ മൂഡിനെയും നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ വൾനറബിലിറ്റിയും എല്ലാം തന്നെ റിവീൽ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. മൂന്നാമത്തേത് റിവീലിംഗ് ലാംഗ്വേജ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന ശൈലികളും നമ്മുടെ ഇൻട്രസ്റ്റിനെയും നമ്മുടെ പേഴ്സണാലിറ്റിയും വളരെയധികം റിവീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഉദാഹരണത്തിന് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ലാങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇത്തരത്തിൽ ഉള്ള സ്ലാങ് ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ഹോബീസ്, അതുപോലെ നമ്മുടെ പാഷൻ, അതുപോലെ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ സർക്കിൾസ് ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ കൂടുതലായും സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെയൊക്കെ കൂടെയാണോ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങളിൽ അനുസരിച്ചിരിക്കും നമ്മുടെ സ്ലാങ് ടേംസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സബ്ജക്ട്സ് ആയിരിക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ പോലും അറിയാതെ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നീ പോമോനെ ദിനേശ പോലുള്ള പല ഡയലോഗുകളും നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കാനുള്ള കാരണം ആ സിനിമകളും ആ ഡയലോഗുകളും നമ്മളെ ഒരുപാടധികം സ്വാധീനിച്ചത് കൊണ്ടാണ്. നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ തിരിച്ചുപയോഗിക്കാൻ വേണ്ടി നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ശ്രമം നടത്തുന്നുണ്ട്. ചില ആളുകളുമായി നമ്മൾ ആദ്യമായി സംസാരിക്കുകയാണെങ്കിൽ പോലും അവരുമായിട്ട് വളരെ സർപ്രൈസിംഗ്ലി ഒരു സിങ്ക് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുപയോഗിക്കുന്ന വേർഡ്സും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സും ഏറെക്കുറെ സിമിലർ ആയതുകൊണ്ടായിരിക്കാം. നാലാമത്തേത് കോൺഫിഡൻറ്റ് പോസ്ചർ. പോസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജിലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന് നമ്മളൊരു വേദിയിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു അതിഥിഗൃഹത്തിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് പോസ്ചറൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇവയെല്ലാം തന്നെ നമ്മളെ പറ്റിയുള്ള ഒരുപാട് അധികം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. വളരെ സ്ട്രെയിറ്റും സ്ട്രോങ്ങുമായിട്ടുള്ള ഒരു പോസ്ചർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഫിഡൻസും സെൽഫ് സെക്യൂരിറ്റിയുമാണ് റിവീൽ ചെയ്യുന്നത്. എന്നാൽ ഇതിന് നേർ വിപരീതമായിട്ട് വളരെ പുവറായിട്ടുള്ള ഒരു പോസ്ചർ ആണെങ്കിൽ അതിനർത്ഥം ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകളായിരിക്കും. അത് അവരുടെ കോൺഫിഡൻസും കറേജും സെൽഫ് ബിലീഫും ഒക്കെ വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ള ഒരു സിഗ്നലായിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് വളരെ ലേസി ആയ പോസ്ചറാണ് നമ്മുടേത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കോൺവെർസേഷനിലുള്ള ഡിസ്ഇൻട്രസ്റ്റ് ആണ് അവിടെ കാണിക്കപ്പെടുന്നത്. അതേസമയം വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്ചറും അതുപോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇത്തരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമ്മുടെ പോസ്ചർ മറ്റുള്ള ആളുകളിലേക്ക് നമ്മളെപ്പറ്റി റിവീൽ ചെയ്യുന്നത്. അഞ്ചാമത്തേത് റഫ് മോർണിംഗ്സ്. നമ്മളിൽ ചില ആളുകൾ വളരെ നേരത്തെ എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ മറ്റു ചില ആളുകൾ വളരെ വൈകി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റിയും നമ്മുടെ വീക്ക്നെസ്സസിനെ പറ്റിയും വളരെയധികം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട്. അടുത്ത തവണ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് എന്ന് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ അലാം വെക്കുന്നതിന് മുൻപ് തന്നെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്ന സ്വഭാവക്കാരനാണോ, അതോ അലാം എത്ര പ്രാവശ്യം അടിച്ചാലും വീണ്ടും വീണ്ടും സ്നൂസ് ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്ന അത്രയും സമയം കിടക്കയിൽ തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം പറഞ്ഞ സ്വഭാവമുള്ള കൂട്ടർ കൂടുതൽ പ്രോംപ്റ്റും റെജിമെൻറ്റഡും അതുപോലെ ലൈഫിൽ ഓർഗനൈസ്ഡുമായിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ മറ്റു കൂട്ടരാണെങ്കിൽ വളരെയധികം ലേസിയും അതുപോലെ ടെൻസ്ഡും
ലൈഫിൽ വളരെയധികം ഡിസോർഗനൈസ്ഡുമായിട്ടുള്ള ആളുകളായിരിക്കും. ഇനി രാത്രിയിൽ വളരെ വൈകി ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ കൂടുതലും ക്രിയേറ്റീവും അതുപോലെ പ്രൊഡക്റ്റീവുമായിരിക്കും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമായിരിക്കും അവരുടെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയൊക്കെ സ്കൈ റോക്കറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായും അവരുടെ രാത്രികൾ സ്പെൻഡ് ചെയ്യുന്നത് ആർട്ടിസ്റ്റിക് പാഷൻസ് റിവീൽ ചെയ്യാനും ഇൻ്റലക്ച്വൽ സ്റ്റഡീസ് നടത്താനും അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഒരുപാട് അധികം കാര്യങ്ങൾ നമ്മളെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ്. ഇത്തരത്തിൽ നമ്മുടെ സ്വഭാവത്തെപ്പറ്റി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന 5 ഹാബിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇവയിൽ ഏതൊക്കെ ഹാബിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തെപ്പറ്റിയും നമ്മുടെ വ്യക്തിത്വത്തെപ്പറ്റിയും കൂടുതൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന ചില ശീലങ്ങളെങ്കിലും നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ തീർച്ചയായും ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.